നെല്ലിക്ക കൊണ്ട് കറി ഉണ്ടാക്കാം, ചമ്മന്തി ഉണ്ടാക്കാം, അച്ചാറുണ്ടാക്കാം. വളരെ ഗുണപ്രദമായ ഒരു സാധനമാണ്. അതുകൊണ്ട് എങ്ങനെ ആദ്യം നമുക്ക് ഇന്ന് ഒരു അച്ചാറുണ്ടാക്കി നോക്കാം. ഇത് ഒത്തിരി ദിവസം ഒന്നും ഇരിക്കത്തില്ല. അതേ അവസരത്തിൽ വേറൊരു രീതിയിൽ ചെയ്യാം പറഞ്ഞുതരാം. അത് അല്പം ആവി കയറ്റി അതൊന്ന് തുടച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മൾ അച്ചാറിൻ്റെ എല്ലാ വകകളും ചേർത്ത് നമ്മൾ ചെയ്ത് അവസാനം കുറച്ച് വിനാഗിരിയും ഒഴിച്ച് വെച്ചേക്കാമെങ്കിൽ ഒത്തിരി ദിവസം ഇരിക്കും. ഇപ്പോൾ തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഇരിക്കത്തക്ക അധികം ഇരിക്കാതെ നോർമലായിട്ടുള്ള ഒരു അച്ചാർ നമുക്കിവിടെ തയ്യാറാക്കാം. ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചു, ചൂടായി. ഇനി അതിനകത്തോട്ട് ഞാൻ ഉപയോഗിക്കുന്നത്, അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. ഇതാ കടുക്, ഒരു സ്പൂണ് കടുകിട്ടിട്ടുണ്ട്. ഒപ്പം ഒരു സ്പൂണ് ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. വെളുത്തുള്ളി ഇടുമ്പോൾ അത് രണ്ടായിട്ട് മുറിച്ചിടണം. മുഴുവനെ ഇട്ടാൽ അത് പൊട്ടിത്തെറിക്കും. അത് കണ്ണിലോ ദേഹത്തൊക്കെ വീണാൽ പൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെളുത്തുള്ളി എപ്പോഴും മുറിച്ചിടണം. രണ്ടായിട്ട് മുറിച്ചിടുക. രണ്ടായിട്ട് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മുറിച്ചിടുക. പച്ചമുളക്, 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നേരത്തെ മറ്റുള്ള എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പല കാര്യങ്ങൾക്കും ഗുണമുള്ളതാണ്, മണമുള്ളതാണ്, ഭംഗിയുള്ളതാണ്. അതുകൊണ്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്രഷായിട്ടുള്ള കറിവേപ്പില ആണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചുവന്നു. ഇനി അതിനകത്തോട്ട് അല്പം മഞ്ഞൾ പൊടി, മഞ്ഞൾ വന്നപ്പോൾ അതിനൊരു പ്രത്യേക കളർ, ഭംഗിയുള്ള ഒരു കളർ വന്നു. ഇനി കാശ്മീരിൻ്റെ മുളക്, കാശ്മീർ ചില്ലി, അത് നമുക്ക് ഒരു 3 സ്പൂണ് ഇട്ട് കൊടുക്കാം. നമ്മുടെ നമ്മളെ ഇഷ്ടം അനുസരിച്ച് എരിവും ചാറും ഒക്കെ എത്ര വേണോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് അച്ചാർ പൊടി, ഇനി ഇതിനകത്തോട്ട് ഉപ്പിട്ട് ശകലം മഞ്ഞളുമിട്ട് പുഴുങ്ങിയ കുറച്ച് ചെറുതായിട്ട് വേവിച്ച നെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണ്.
നെല്ലിക്കയിലുള്ള വെള്ളമാണ്. നെല്ലിക്ക പുഴുങ്ങിയപ്പോൾ അതിൽ നിന്നും കിട്ടിയ വെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അച്ചാറിലെപ്പോഴും ശകലം ഉപ്പ് കൂടി നിൽക്കണം. എന്തെന്നാൽ ഇരിക്കുമ്പോൾ അതിൽ നിന്നും പുളിപ്പും അതിൻ്റെ ഇതൊക്കെ ഊറി ഇറങ്ങുമ്പോഴത്തേക്കും അതിൽ പിടിക്കാനുള്ളത് കൊണ്ടും നമ്മൾ ഉപ്പ് ശകലം ചെയ്യുമ്പോൾ കൂടി നിൽക്കണം. ഇനി നമുക്ക് അച്ചാറാവുമ്പോഴത്തേക്കും നമുക്ക് കായം നമ്മൾ ചേർത്ത് കൊടുക്കണം. കായം ചേർത്താലേ അതിൻ്റെ മണവും കായവും ഈ മസാലകളും ഒക്കെ ചേർന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു ഇത് വറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് കായം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ വളരെ ടേസ്റ്റ്ഫുള്ളായതും കാണാൻ നല്ല ഭംഗിയുള്ളതുമായ നമ്മുടെ അച്ചാർ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതാവട്ടെ എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും ഈ കാണുന്ന അതേ ഭംഗി നിങ്ങൾ കൂട്ടുമ്പോൾ നിങ്ങളുടെ വായിലും ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഞങ്ങൾ നന്നായിരിക്കുന്നു ആൻറ്റി ചെയ്തിട്ട് ആൻറ്റി നന്നായിരിക്കുന്നു എന്ന് പറയുന്നു എന്നായിരിക്കും വിചാരിക്കുക. അങ്ങനെയല്ല. തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്ത് നോക്കിയിട്ട് അത് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. ഇത് നല്ലൊരു റെസിപ്പി തന്നെയാണ്. ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.